നമസ്കാരം. വലിയ പെരുന്നാളിന് മുന്നോടിയായിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് അറിയിച്ചത് ആരുടെയെങ്കിലും കയ്യിലെത്തിയോ? ഇല്ലല്ലോ. അതായത് കടന്നുപോയ സർക്കാർ വിഷു ആകട്ടെ, ഓണമാകട്ടെ, ക്രിസ്തുമസ് ആകട്ടെ, പെരുന്നാളാകട്ടെ, ഇതിന് തൊട്ട് മുന്നോടിയായിട്ട് ക്ഷേമ പെൻഷൻ മുൻകൂറായി വിതരണം ചെയ്യും. അങ്ങനെ ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ദേ ഇത്തവണ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, വലിയ പെരുന്നാൾ തൊട്ടു പിന്നാലെ വന്നു. പക്ഷേ ക്ഷേമ പെൻഷൻ ആർക്കും കൊടുത്തില്ല. എവിടെയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു? എന്തൊരു പൊതിഞ്ഞു പിടിക്കലാണെന്ന് നോക്കി. നമ്മുടെ നാട്ടിൽ മേനോന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സവർണ മുഖ്യമന്ത്രിമാർ വന്നു കഴിഞ്ഞപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സവർണന്മാർ, കാര്യം അങ്ങനെയുള്ളവരെ മാത്രമാണല്ലോ നിറച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ എത്ര പേരുണ്ടെന്ന് നിങ്ങളടുത്ത് എണ്ണി നോക്കിയാൽ ചിലപ്പോൾ ഈ വിരലിലെണ്ണി തീർക്കാൻ പറ്റും. അത്ര ആൾക്കാർ മാത്രമായിരിക്കും ഈ ഹിന്ദുസ് എന്ന് മറ്റു വിഭാഗത്തിൽപ്പെട്ടവരായിട്ട് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ എല്ലാം മനോഭാവം എന്താണ്? പൊതുവെ ഇവരെല്ലാം ഇടതുപക്ഷക്കാരാണെന്നാണ് പൊതുവെ പുറത്തു പറയുന്നത്. കാര്യം അങ്ങനെ പറഞ്ഞാലല്ലേ ഇവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിനെതിരായിട്ട് കുറച്ചുകൂടി വിശ്വാസ്യത വരും. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഇടതുവിരുദ്ധത സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാരാണ്, മുൻ SFIക്കാരാണെന്ന ലേബലിലൊക്കെ ഇരുത്തി പറയിക്കുമ്പോഴാണല്ലോ ഇടതുപക്ഷക്കാർ തന്നെ ഇടതുപക്ഷത്തെ ഇന്ന് തള്ളിപ്പറയുന്നു എന്ന് തോന്നലുണ്ടാക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ഇരിക്കുന്നവന്മാർക്ക് കോൺഗ്രസ് ചെയ്യുന്ന ഒരു കാര്യത്തിനും പ്രശ്നമില്ല. കാര്യം എല്ലാം ഇടതുപക്ഷക്കാരാണല്ലോ. ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ മാത്രം തള്ളി പറയാൻ ഇരിക്കുന്നവരെന്ന് നമ്മൾ അങ്ങ് വിശ്വസിച്ചോളണം. എന്തായാലും ക്ഷേമ പെൻഷന്റെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ദിനത്തിൽ കൊടുക്കാതിരുന്നിട്ട് അത് വാർത്തയാക്കാതെ അതിന് തൊട്ട് മുന്നോടിയായിട്ട് സാധാരണഗതിയിൽ സിവിൽ സപ്ലൈസിലൊക്കെ സാധനങ്ങൾ എത്തിക്കുന്ന പതിവുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആരെങ്കിലും സിവിൽ സപ്ലൈസിൽ പോയി സാധനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടോ? ഒന്നും പരിശോധിക്കുന്നില്ല. കഴിഞ്ഞ സർക്കാർ എന്തുണ്ടാക്കി വെച്ചോ അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് ക്യാമറ ഫോട്ടോഷൂട്ടും അതിനോടൊപ്പം തന്നെ ഗിമ്മിക്കുകളും കാട്ടി മൊത്തം കറങ്ങി നടക്കുന്നതല്ലാതെ കേരളത്തിൽ ഭരണമെന്ന് പറയുന്നത് നടക്കുന്നതേയില്ല. സ്തംഭനാവസ്ഥയിലാണ്. അതിനെക്കുറിച്ച് പുറത്തു പറയാതെ നിലവിൽ ട്രാൻസ്ഫറുകളും സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന പ്രോസസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേരളത്തിൽ പല കാര്യങ്ങളും താളം തെറ്റിയ അവസ്ഥയിലാണ്. സർവീസ് സംഘടനകളെ വെച്ചിട്ട് നമ്മുടെ ആൾക്കാരെയും മറ്റുള്ളവരെ സ്ഥലം മാറ്റിക്കൊണ്ടെല്ലാം ഇവർ അവരവരുടെ ആൾക്കാരെ പല സ്ഥലങ്ങളിലും സീറ്റുകളിലും പണം വാങ്ങി ഉൾപ്പെടെ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ഭരണവും നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ED ഈ നാട്ടിലേക്ക് വരുമ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യവും നിങ്ങൾ കേട്ടല്ലോ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെയോ നടക്കുന്നു എന്നതിനപ്പുറം സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും യോഗങ്ങൾ നടന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞോ? ഏകദേശം 1-2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷനുകളും. പതിവുകൾക്ക് വിപരീതമായി 3000 രൂപ ക്ഷേമ പെൻഷൻ ഞങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. കഴിഞ്ഞ സർക്കാർ നീക്കിവെച്ച 6000 കോടി രൂപയിൽ നിന്ന് മെയ് മാസത്തെ പെൻഷൻ 1000 കോടി രൂപ അനുവദിക്കാൻ അതിനകത്ത് കഴിഞ്ഞ സർക്കാരിൽ പ്രവർത്തിച്ചവർ മാറ്റിവെച്ച പണമുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവർക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു. ഇതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് വരാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ പ്രാഥമിക സൂചനയാണ് ക്ഷേമ പെൻഷൻ പെരുന്നാൾ ദിനത്തിൽ വിതരണം ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.